ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്കൂൾ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ അടുത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ റൈഡ് എല്ലാം കയറി കഴിഞ്ഞിട്ട് ബദറായും ഹോത്തയൊക്കെ തന്നെ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒന്നും തന്നെ നോക്കിയിട്ട് ഹിയോക്കിനെ കാണുന്നില്ല. അവരെല്ലാവരും തന്നെ ടെൻഷനാവുന്നുണ്ട്. എല്ലാവരും കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, എന്നാൽ കിട്ടുന്നില്ല. അവരെല്ലാവരും ചുറ്റിലും ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് വരുമ്പോൾ അവിടെയൊന്നും ഇല്ലയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം ഹിയോക്കി ഇവരുടെ അടുത്തേക്ക് പോകാനായിട്ട് ഇരുന്നതാണ്. എന്നാൽ ആ ഒരു ടൈമിലായിരുന്നു ഒരു കുഞ്ഞു പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. ആ ഒരു പയ്യൻ അവൻ്റെ അടുത്തേക്ക് വന്നത് തൻ്റെ അമ്മേനെ കാണാനില്ല, തൻ്റെ അമ്മേനെ കണ്ടുപിടിച്ച് തരാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ മാറിപ്പോയി ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങോട്ടോ നീങ്ങിപ്പോയതാണെന്ന് മനസ്സിലായിട്ട് ഹിയോക്കി ആ ഒരു പയ്യനെ എടുത്തുകൊണ്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് പോയിട്ട് ഇതാണ് നിൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പയ്യൻ ഇല്ലാന്ന് തന്നെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പേടിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതേ ടൈമിന് ഇവനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഹിയോക്കിക്ക് റിങ് കേൾക്കുന്നുണ്ട്. ഫോൺ എടുക്കണമെന്നുണ്ട്. ഫോൺ എടുക്കണമെങ്കിൽ ആ ഒരു കുഞ്ഞിനെ താഴെ വെക്കണം. എന്നാൽ താഴെ നിർത്താനായിട്ട് പോകുന്നതും ആ ഒരു കുട്ടിയാണെങ്കിൽ ഇല്ല ഇങ്ങനെ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അവൻ്റെ തോളിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ അവന് കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ഹിയോക്കി ആണെങ്കിൽ കോൾ പോലും അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും വദറായൊക്കെ നല്ലതുപോലെ ടെൻഷനാകുന്നുണ്ട്. വദറായി ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഞാൻ പോയി അവനെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേറൊന്നും പറയാനേ നിൽക്കുന്നില്ല, നേരെ അങ്ങ് ഓടി പോകുന്നുണ്ട്. അങ്ങനെ വദറായി ഒരു സൈഡിൽ നിന്ന് ഹിയോക്കിനെ അന്വേഷിക്കുന്നുണ്ട്. ഇതേസമയം ഹിയോക്കി വദറായി വരുന്ന അതേ ലൊക്കേഷനിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ ജസ്റ്റ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. എന്നാൽ ശ്രദ്ധിക്കാത്ത രീതിയിൽ അങ്ങ് മാറി മാറിയൊക്കെ പോകുന്നുണ്ട്. പിന്നീട് ഹിയോക്കി ആണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്നങ്ങ് പോകുമ്പോഴത്തേക്ക് എത്ര അന്വേഷിച്ചിട്ടും അവൻ്റെ അമ്മേനെ കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നെ ഹിയോക്കി ആണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള സമയം ആയതുകൊണ്ട് തന്നെ ഹിയോക്കി വിചാരിക്കുന്നുണ്ട് ആ ഒരു പയ്യനെ നേരെ ഇൻഫർമേഷൻ ഡെസ്കിൻ്റെ അവിടെ കൊണ്ടുപോകാം, എന്നിട്ടൊരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ട് അവൻ്റെ അമ്മേനെ വിളിച്ച് വരുത്താമെന്ന്. അങ്ങനെ ഹിയോക്കി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഡെസ്കിൽ ഇരിക്കുന്ന ലേഡിയുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ലേഡി ആണെങ്കിൽ ഓക്കെ ഞാൻ അനൗൺസ്മെൻറ്റ് നടത്തിക്കോളാം, ഈ ഒരു കുഞ്ഞിനെ ഞാനിവിടെ ഇരുത്തിക്കോളാം, നിങ്ങൾ പൊക്കോളാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനെ ഇവൻ്റെ നിന്ന് വാങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഇവൻ്റെ അടുത്തൊന്നും പോകത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ആ ഒരു കുട്ടി വാശി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതേസമയം ഹിയോക്കി ഇവിടെ എങ്ങാനും ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമെന്ന് കരുതിയിട്ട് വദറായും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഹിയോക്കിനെ കാണുന്നതും വദറായും നേരെ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ ഇവിടെ, അല്ലെ ഏതേ കുട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈം ഹിയോക്കി ആണെങ്കിൽ അത് ഞാൻ അവൻ്റെ അമ്മേനെ കണ്ടില്ല, അപ്പം ഞാൻ അവൻ്റെ അമ്മേനെ അന്വേഷിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. ഇവനാണെങ്കിൽ ഇപ്പം എൻ്റെ തോളത്തൊന്നും താഴെ ഇറങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ട്. വദറായപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് നീ ഭയങ്കര സ്ട്രോങ് അല്ലേ, ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമുണ്ട്, നിനക്ക് നിൻ്റെ അമ്മേനെ കണ്ടുപിടിക്കട്ടെ, ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ പതുക്കെ ഇവരങ്ങ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വദറായി ആ ഒരു കുഞ്ഞിനെ താഴേക്ക് നിർത്തുകയാണ്. ഇതേസമയം ആ ഒരു കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ആ കുഞ്ഞിൻ്റെ അമ്മയും ഈ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുന്നതും അവരാണെങ്കിൽ കരഞ്ഞുകൊണ്ടൊന്ന് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഹഗ് ചെയ്ത് ഒന്ന് സമാധാനിച്ച് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും അങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം തിരിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും ഹിയോക്കി ആണെങ്കിൽ ഐ എം സോറി, അങ്ങനെ നിങ്ങൾക്കെല്ലാം പ്രശ്നമായില്ലേ എന്ന് ഇവനിങ്ങനെ വദറായിയോട് പറയുന്നുണ്ട്. ആട്ടേന് വദറായി ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഒരു യാതൊരു പ്രശ്നമുള്ള കാര്യമില്ല, നീ വരാനായിട്ട് പറയുന്നുണ്ട്. വീണ്ടും നടന്നു പോകുമ്പോൾ ഹിയോക്കി എന്നാലും ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെന്ന് പറയുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ല, പിന്നെ നിന്നെ മിസ്സിംഗ് ആയ കാര്യമൊന്നും ടീച്ചേഴ്സിനെ അറിയിച്ചിട്ടൊന്നുമില്ല, ഞാൻ ടെൻഷനായിപ്പോയി, അതുകൊണ്ടാണ് നിന്നെ അന്വേഷിച്ചിറങ്ങിയത്, നീ ഓക്കെ ആണല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ നടക്കുന്നുണ്ട്. ആ ടൈമിൽ ഹിയോക്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല വദറായി എന്താണ് തന്നെ ഇത് ഇത്രയും കൈൻഡായിട്ട് പെരുമാറുന്നതെന്ന്. അവനങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വദറായി ആണെങ്കിൽ എന്ത് പറ്റി, എന്താ ആലോചിക്കുന്നത്, അത് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം വീണ്ടും ഹിയോക്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വദറായി എന്ത് കണ്ടിട്ടാണ് തന്നെ ഇഷ്ടപ്പെടുന്നത്, എന്തിനാണ് തന്നോട് ഇത്രയും കൈൻഡായിട്ട് പെരുമാറുന്നതെന്ന്. ഹിയോക്കിക്ക് അത് അവനോട് ചോദിക്കണമെന്നുണ്ട്, എന്നാൽ ഹിയോക്കിക്ക് പേടിയാണ്, അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. പിന്നീട് തിരിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഹിയോക്കി ആണെങ്കിൽ എല്ലാവരുടെ അടുത്തായിട്ട് സോറി പറയുന്നുണ്ട്. ആ ടൈമിൽ ഹോർത്തേക്ക് ആണെങ്കിൽ ഇല്ല അതൊരു കുഴപ്പമൊന്നുമില്ല, നീയാണെങ്കിൽ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യാൻ പോയതല്ലേ, അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല, പിന്നെ ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോത്ത പറയുന്നുണ്ട് പിന്നെ വേറെ കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വദറായി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനായി. അവനാണെങ്കിൽ നിന്നെ അന്വേഷണം ഓടി പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. വദറായി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ശരിക്കും ടെൻഷനായി പോയി, അതിനിപ്പോൾ എന്താണെന്നൊക്കെ. ആ ടൈമിൽ ഹിയോക്കി നേരെ ആ ഒരു പെൺകുട്ടികളുടെ അടുത്തേക്ക് പോയിട്ട് അവരോടും സോറി പറയുന്നുണ്ട്, ഇതുപോലെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. ആ ടൈമിൽ പെൺകുട്ടികൾ ഇല്ലല്ലോ ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തോടെ പോകണമെന്നുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സംഭവം നമ്മുടെ ഈ ഹോണ്ടഡ് ഹൗസ് പോലെയൊക്കെ കയറുന്ന ഒരു കേഴ്സ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവരെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആൾക്കാർ നിൽക്കുന്ന ഹോണ്ടഡ് ഹൗസ് പോലെ തന്നെ ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഓക്കെയാണ്, അതുകൊണ്ട് അവർ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. കയറുമ്പോൾ തന്നെ നമ്മുടെ ഹിയോക്കിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടികൾ അവർക്ക് ഈ ഒരു റൈഡിന് പോകണമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തത്. കാരണം ആ ഒരു പയ്യന്മാരെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാമല്ലോ. എന്തായാലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ വദറായാണെങ്കിൽ ഹിയോക്കിയുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഹിയോക്കിയോട് പറയുന്നത് നിനക്ക് പേടിയുണ്ടോ എങ്കിൽ എൻ്റെ കൈ പിടിച്ചോളാനായിട്ട്. എന്നാൽ ഹിയോക്കി ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ നടന്ന് ഒരു റൂമിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ആളാണെങ്കിൽ ഇവരെ പേടിപ്പിക്കാനായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രൂപം കണ്ടിട്ട് എല്ലാവരും പേടിച്ചോടുന്നുണ്ട്. പ്രത്യേകിച്ച് ആ റൂം ഇരുട്ടായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ടോർച്ചും പിടിച്ചോണ്ടും ഫോണിൻ്റെ ടോർച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും അങ്ങനെ ആ ഒരു റൂമിൽ നിന്ന് പേടിച്ചിറങ്ങി ഓടുമ്പോഴത്തേക്കും ഹിയോക്കിനെ ആരും തട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലിരുന്ന ടോർച്ച് അങ്ങ് താഴേക്ക് പോവാണ്. അവൻ ഇരുട്ടത്തായി പോവാണ്. ഹിയോക്കി അങ്ങനെ അവിടെ താഴെ ഇരുന്നിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും കൈയൊക്കെ എത്തി എങ്ങനെയൊക്കെ ഒരു ടോർച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതങ്ങ് അടിയിൽ എന്തോ പോയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അവൻ എടുത്തിട്ട് ഇങ്ങനെ എഴുന്നേക്കാനായിട്ട് പോകുന്നതും പെട്ടെന്ന് അവൻ്റെ ഷോൾഡറിൽ ഒരു കൈ വന്നിരിക്കുകയാണ്. വദറായി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വദറായി നീ വന്നോ എനിക്ക് സമാധാനമായി നീ പറയുന്നുണ്ട്. കാരണം അവൻ്റെ റൂമിൽ ഒറ്റ കൈ പോയപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു.
ഇപ്പം എന്തായാലും വധറായി വന്നല്ലോ എന്നോർത്ത് ഇവനിങ്ങനെ സമാധാനിക്കുമ്പോഴാണ് ഇവൻ കാണുന്നത് ഇവനെ അന്വേഷിച്ച് വധറായി ഇത് ഓപ്പോസിറ്റ് ഡോർ വഴി വരുന്നത്. വധറായി വന്നിട്ട് ഹിയോക്ക് നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോക്ക് ശരിക്കും ടെൻഷനായി പോകുന്നുണ്ട്. തൻ്റെ കൂടെ നിൽക്കുന്നപ്പോൾ ആരാണെന്നിങ്ങനെ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നതും അതിങ്ങനെ പേടിപ്പിക്കാനായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു മമ്മിയുടെ കോസ്റ്റ്യൂമിട്ട് ഒരാളായിരുന്നു. അവനങ്ങനെ കീറി വിളിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ഹിയോക്കിക്ക് ഇത്രയും നന്നായിട്ട് അലറി വിളിക്കാൻ അറിയാതെ എനിക്കറിയത്തില്ലായിരുന്നു എന്നൊക്കെ ഹോത്ത പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഹിയോക്കി പറയുന്നുണ്ട് നീയും ഭയങ്കരമായിട്ട് അലറി വിളിച്ചല്ലോ, നിൻ്റെ സൗണ്ട് ഞാൻ മൊത്തം കേട്ടല്ലോ എന്നൊക്കെ. അത്രയായപ്പോൾ ഞാൻ മൊത്തം നിൻ്റെ അവിടെ നിൽക്കേണ്ടായിരുന്നു, നിന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെൺകുട്ടികൾ നമുക്കിനി ആകെ 15 മിനിറ്റ് ടൈമുള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടി വരും, ഇനി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതറായി ഒരു ഐഡിയ പറയുന്നുണ്ട്. അവരെല്ലാവരും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അതെന്ന് പറയുമ്പോൾ കാരസോൾ എന്ന് പറഞ്ഞിട്ടൊരു റൈഡായിരുന്നു. ആ ഒരു റൈഡിലേക്ക് കയറാനാണ് അവർ പോയത്. അങ്ങനെ അവരതിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. ആ ഒരു റൈഡ് സ്റ്റാർട്ട് ആകുന്നുണ്ട്. ഹിയോക്കിയും പിന്നെ വധറായി ആയിട്ട് അടുത്തടുത്താണ് ഇരുന്നത്. അപ്പോൾ വധറായി ആണെങ്കിൽ ഹിയോക്കി ഇങ്ങനെ ഇരുന്ന് പോകുന്നത് അവൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഹിയോക്കിയുടെ അടുത്ത് നോക്കി ചിരിക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ എങ്കിൽ പിന്നെ ഞാനും നിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ എടുത്ത് വധറായിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. വധറായി അപ്പോൾ നീ എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ നിന്നെ അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ എൻ്റെ സുന്ദരനാണല്ലോ അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് വധറായി പറയുന്നുണ്ട് നീ ഉണ്ടല്ലോ എനിക്കത് മതി എന്നൊക്കെ. ആ ടൈമിന് പെട്ടെന്ന് ഹിയോക്കി വധറായി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവൻ്റെ മനസ്സിലുള്ള കാര്യം അങ്ങ് ചോദിക്കാമെന്ന് വിചാരിച്ച് വധറായിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നിൽ എന്താണ് ഇഷ്ടം, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ കെയർ ചെയ്യുന്നതെന്നൊക്കെ. നോക്കി പോലും പെട്ടെന്ന് ചിന്തിക്കാതെ അങ്ങ് ചോദിച്ചതാണ്. അപ്പോൾ അവനാണെങ്കിൽ ചോദിച്ചു കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്താ ഇപ്പോൾ ചോദിച്ചത്, എന്തിനാണ് ഞാനിങ്ങനെ ചോദിച്ചതെന്നൊക്കെ വിചാരിച്ചിട്ട് അല്ല ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ അവനിങ്ങനെ തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ ടൈം വധറായാണെങ്കിൽ എനിക്കറിയത്തില്ല, ഞാൻ അതിനെപ്പറ്റി കറക്റ്റ് ആലോചിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹിയോക്കെ അപ്പോൾ ഒന്ന് സമാധാനിക്കുന്നുണ്ട്. മേ ബി വധറായി താൻ ചോദിച്ച കാര്യത്തിന് അത്ര സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടാവില്ല എന്ന് എഴുതിയിട്ട്. പിന്നീട് കാണിക്കുന്നത് അവർ തിരിച്ച് അവർ ഹോട്ടൽ റൂമിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവരങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് ഈ ഒരു ടേബിളിലേക്ക് വന്നിരിക്കുമ്പോൾ ഹിയോക്ക് ചോദിക്കുന്നുണ്ട് വധറായിക്ക് സിബ്ലിങ്സ് എങ്ങനെ ഉണ്ടോയെന്ന്. ആ ടൈമിന് വധറായി പറയുന്നുണ്ട് എനിക്കൊരു അനിയനുണ്ടെന്ന്. ആ ടൈമിൽ ഹോത്തയാണെങ്കിൽ അവൻ്റെ അനിയനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, 1ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ, ഇവർ തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാണ്. ഹിയോക്ക് അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും കാര്യം മനസ്സിലായത്, അവനൊരു അനിയനുണ്ട്, അവനൊരു ചേട്ടനാണ്, അതുകൊണ്ടാണ് അവൻ എൻ്റെ അടുത്ത് ഇത്രയും കെയറിങ് കാണിക്കുന്നത്, അല്ലാതെ ഞാൻ വിചാരിച്ച പോലെ വേറൊന്നുമില്ല, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ ഹിയോക്കി സ്വയം പറയുന്നുണ്ട്. അതേട്ട് അവന് അതിന് എന്ത് ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിയോക്കി ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹിയോക്കിയുടെ അടുത്ത് നിനക്ക് സിബ്ലിങ്സ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ 2 ചേച്ചിമാരുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം മോറിസാക്കി പറയുന്നുണ്ട് നാളെയും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ട്രിപ്പ് എൻ്റെ ആവുന്നു. ആ ടൈമിൽ എല്ലാവരും ആ ശരി എത്ര പെട്ടെന്ന് സമയം പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹോത്ത പറയുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ സമ്മർ ബ്രേക്ക് വരെയല്ലേ, ആ ടൈമിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ബീച്ചിലേക്ക് കറങ്ങാൻ വരാം, ഈ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് വീണ്ടും തിരിച്ചു വരാം, നിനക്ക് ഓക്കെ അല്ലേ ഹിയോക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിയോക്കി ആണെങ്കിൽ ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് വധറായി പറയുന്നുണ്ട് ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്കും നിന്നെ കൊണ്ട് വീണ്ടും ഹോണ്ടഡ് ഹൗസിലൊക്കെ കയറണമെന്ന്. ഹിയോക്കി അപ്പോൾ അയ്യോ ഇനി ഞാനില്ല എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എൻജോയ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് അവർ എത്തുന്നുണ്ട്. ഇന്ന് അവർ സ്റ്റേ ചെയ്യുന്നത് വേറൊരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ടീച്ചർ അവരുടെ അടുത്ത് പറയുന്നുണ്ട് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, റൂം അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഒരു ബെഡ് കൂടുതൽ പറയാനായിട്ട് മറന്നു, ഇവിടെ ആകെ 4 ബെഡേ ഉള്ളൂ, നിങ്ങൾ 5 പേര് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഹോത്ത ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആരാട്ടോടെ കിടക്കും, 3 പേർക്ക് സിംഗിൾ ബെഡ് ഇടും, ആരെങ്കിലും ഒരാളാണെങ്കിൽ മറ്റേ ആളോട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നീ കിടക്കേണ്ടി വരും, എനിക്കെന്തായാലും പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്കൊരു ബെഡ് വേണം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും എന്ന് പറയുന്നുണ്ട്. നഗാസത്യം എനിക്കും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. സമയം ഹോത്ത പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ബാക്കി നിൽക്കുന്ന ഹിയോക്കിയും വധറായും പിന്നെ മോറിസാക്കിനെയും കൂടെ വെച്ചിട്ട് സ്റ്റോൺ പേപ്പർ സീസർ കളിക്കാം, ആരൊക്കെയാണോ വരുന്നത് അവർ രണ്ടുപേരും ബെഡ് ഷെയർ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നഗാസട്ടോ പറയുന്നുണ്ട് അത് പിന്നെ ഇനിയിപ്പോൾ മോറിസാക്കിയും വധറായാണ് ഒരുമിച്ച് കിടക്കേണ്ടി വരുന്നതെങ്കിൽ രണ്ടുപേർക്കും നല്ല ഹൈറ്റ് ഇല്ലേ, ഇവരെങ്ങനെ ഒരു ബെഡ് ഷെയർ ചെയ്ത് ഒരുമിച്ച് കിടക്കും, അത് പാടല്ലേ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം, വധറായും ഹിയോക്കി ഒരു ബെഡ് ഷെയർ ഇട്ടേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വധറായി എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഹിയോക്കിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്കും പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ബെഡൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഫ്രഷൊക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ ഹിയോക്കി മാത്രം കണ്ണടക്കാതെ ഇങ്ങനെ കണ്ണും തുറന്നങ്ങിരിക്കുകയാണ്. അവനിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവനായിട്ട് ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ട് കിടക്കേണ്ടി വരും, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു പയ്യന്മാരല്ലേ, അതുകൊണ്ട് അങ്ങനെ വിയേർഡ് ആവാനായിട്ടൊന്നും ചാൻസ് ഇല്ലാന്ന്. ആ ടൈമിന് തന്നെ വധറായി ഇവനെ വീണ്ടും പിടിച്ച് അടുത്തേക്ക് കിടത്തിയിട്ട് നീ അങ്ങ് അറ്റത്തോട്ടെല്ലാം തിരിഞ്ഞ് കിടന്നു, നീ ചെന്ന് വീഴുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവനെ അടുത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിയോക്കി അപ്പോൾ ഞാൻ എങ്ങനെ ഒന്ന് സമാധാനത്തിൽ ഉറങ്ങും, ഞാൻ എങ്ങനെ ഉറങ്ങും എന്നൊക്കെ ഇങ്ങനെ സ്വയം വിചാരിച്ചിട്ട് അവൻ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ ആൾക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ അതും വിചാരിച്ച് അവൻ കണ്ണടച്ച് കിടക്കുന്ന ടൈമിൽ വധറായി ആണെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വധറായി അവർ ലാസ്റ്റ് കയറിയ റൈഡായിട്ടുള്ള ആ കാരസോളിൽ ഇരുന്നപ്പോഴത്തേക്കും ഹിയോക്കി അവൻ്റെ അടുത്ത് നീ എന്നിൽ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച ആ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ സ്വയം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മുമ്പ് ഈ ഒരു ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല, എന്നാൽ എനിക്ക് ഇപ്പോൾ
ഇപ്പോൾ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടൊരു സീനായിരുന്നു. അതായത് നമ്മുടെ ഹിയോയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ഒരു റോളർ കോസ്റ്ററിൽ കയറാനായിട്ട് നിൽക്കുന്ന ടൈമിന് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഹിയോക്കിയുടെ കൂടെ നടക്കുന്നത്, എന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ തന്നെ നീ അവനെ ഇഷ്ടപ്പെട്ടേന്ന്. ആ ടൈമിന് വധറായാണെങ്കിൽ അവർക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു മറുപടി എന്താണെന്ന് ആ ടൈമിൽ നമ്മളെ കാണിച്ചില്ല. ഇപ്പോൾ അവൻ എന്ത് മറുപടിയാണ് തിരിച്ചു കൊടുത്തതെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി അവനോട് ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവനൊരു സെക്കൻഡ് ആലോചിക്കുന്നുണ്ട് താൻ എന്താണ് പറയേണ്ടതെന്നിങ്ങനെ. അങ്ങനെ ആലോചിച്ചതിന് ശേഷം അവൻ പറയുന്നുണ്ട്, എനിക്ക് ഹിയോക്കിയിലെ എല്ലാ കാര്യങ്ങളും തന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിൽ അവനാ കൊടുത്ത മറുപടി അവനിങ്ങനെ സ്വയം ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഹിയോക്കിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഇതേട്ടവന് വധറായി ഉറങ്ങിയോ എന്നറിയാനായിട്ട് ഹിയോക്കി പതുക്കെ കണ്ടോർന്ന് നോക്കുമ്പോൾ വധറായി ഇവനെ തന്നെ നോക്കുന്നുണ്ട്. എന്താ കാര്യം നോക്കുന്നുണ്ട്. വധറായി ഇപ്പോൾ ഒന്നുമില്ല, ഒരു സീക്രട്ടാണ്, ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹിയോക്കിയും ഗുഡ് നൈറ്റ് എന്ന് പറയും കണ്ണടച്ച് കിടക്കുന്നുണ്ട്. ആ സമയം വധറായി മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ അത്ര എളുപ്പത്തിൽ നീ ചോദിച്ച ചോദ്യത്തിന് നിനക്ക് മറുപടി തരത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ മറുപടി തരത്തുള്ളൂ എന്ന്. എന്നിട്ട് അവനും കിടന്നുറങ്ങുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എപ്പിസോഡ് ഇട്ട് വരുന്നവരെ ബൈ.